പച്ചപ്പ് കൊണ്ട് പരവതാനി വിരിച്ച മനോഹരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം അമ്പൂരിക്ക് സമീപമുള്ള മായംകടവിൽ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടവാണ് മായംകടവ്. അതായത് പൊരുവിമല എന്ന ഒരു സ്ഥലം അപ്പുറത്ത് ഒരു ആദിവാസി കോളനിയാണ്. അവിടെ നിന്ന് അമ്പൂരിയിലേക്ക്, അതായത് ദൈനംദിന ആവശ്യങ്ങൾക്കായി ആളുകൾക്ക് അമ്പൂരിയിലേക്ക് എത്തുന്നത് ഈ കടവിലൂടെയാണ്. ഒരുപക്ഷെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ഇവരുടെ ജീവിതാനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ വേദനയ്ക്ക് വഴിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് കാലവർഷം കൂടിയാണ്. ചേച്ചി, ഇവിടുന്ന് പിന്നെ ഒത്തിരി ദൂരമുണ്ടോ? ഇനി ഒരു 2-3 കിലോമീറ്റർ ഒക്കെ പോയാലേ ഓരോ വീടുകളിലെത്തുള്ളൂ. എത്ര വീട്? എനിക്ക് ഇവിടുന്ന് ഈ വള്ളം കയറി കഴിഞ്ഞ അടുത്താണ്. എത്ര വീടുകളുണ്ട് മുകളിലൊരു ഇപ്പൊരു 40-50 വീട് ഇവിടെ ഉണ്ട്. 100ഓളം വീടൊക്കെ കാണും. ഉണ്ട്. അപ്പൊ ഈ അവിടെ എന്താണ് നിങ്ങൾ ഇപ്പൊ ഉള്ള ഒരു പ്രശ്നം എന്താണ്? ഇതിന് പകരം പാലം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് കുറച്ചധികം സമയം കൂടി എടുക്കുമായിരിക്കും. ഈ മഴ സമയത്ത് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണ്? മഴ സമയത്ത് നമുക്ക് ഈ വള്ളമേ ഉള്ളൂ. മഴയായാലും വെറിയായാലും ഏത് സമയത്തും നമുക്ക് ഈ വള്ളം അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. രാത്രി സമയങ്ങളിൽ ആശുപത്രികളിലോ ഒക്കെ ആശുപത്രി പോണെങ്കിൽ ഈ വള്ളം വിളിച്ച് വള്ളം വന്നതിന് ശേഷമേ ഞങ്ങൾക്ക് അക്കരെ കയറാൻ പറ്റുള്ളൂ. അക്കരയായാലും ഇക്കരയായാലും ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ ഈ വള്ളത്തിൽ കൂടെ പോണം. പിന്നെ അപ്പുറത്തൊരു റോഡുണ്ട്, അതൊന്നും ശരിയായിട്ടില്ല. എപ്പോഴും എല്ലാം ഇടിച്ചു പൊടിച്ചിട്ടിരിക്കുകയാണ്. ബസ്സിന് പോകാൻ സൗകര്യമില്ല. സ്കൂൾ വണ്ടി പോലും ഇവിടെയാണ് വരുന്ന മായത്ത് വന്നാണ് പോകുന്നത്. ഈ കുട്ടികളുമായിട്ട് കുട്ടികളെല്ലാം ഈ വള്ളത്തിലാണ് പോണത്. പിന്നെ നമുക്കൊരു പ്രൈവറ്റ് ബസ് തന്നിട്ടുണ്ട്, നമുക്കൊരു ഗവൺമെന്റ് ബസ്. ആ ബസ്സിൽ അവിടെയാണ് വന്നുകൊണ്ടിരുന്ന പുരേമല സ്കൂളിന്റെ അവിടെ. ഇപ്പൊ അത് വരാൻ പറ്റില്ല. കുട്ടികളെ ഇവിടെ വന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. മായത്ത് ജൻസെല്ല് വരും. അവിടെ നിന്ന് പിള്ളേർ നടന്നാണ് അവിടെ പോണത്. ഈ കാഴ്ചകൾ എത്ര ദൈന്യമാണ് എന്ന് വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ ഈ മുല കുടിക്കുന്ന കുട്ടികളുമായി വരെ ഇതുപോലെ സാഹസികമായി വള്ളത്തിൽ മറുകരയിലേക്ക് എത്തേണ്ട വീട്ടമ്മമാരും ഉണ്ട് എന്നതാണ് ഈ സംഭവങ്ങളുടെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. എനിക്കങ്ങനെ വള്ളത്തിൽ കയറി പരിചയമില്ല. പക്ഷേ ഇപ്പോൾ ഇത് കയറാതിരുന്നാൽ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് അധികൃതരിലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനും സാഹസികമായ ഒരു ദൌത്യത്തിന് മുതിരുന്നത്. ഈ കടത്തുകാരൻ അദ്ദേഹം ഏറെ നാളായി ഇവിടെ ഈ പ്രവർത്തനങ്ങൾ, അതായത് ദീർഘവർഷങ്ങളായി ഈ വള്ളം കടത്തിന് നേതൃത്വം നൽകുന്ന ഒരാളാണ്. ചേട്ടാ, എന്താ പേരെന്താണ്? തങ്കപ്പൻ. ഞാൻ 15 വർഷമായി ഇവിടെ കടത്താൻ തുടങ്ങി. 15 വർഷമായി. ഞങ്ങൾ രണ്ടുപേരുണ്ട് ഇവിടെ കടത്താൻ. ഒരാൾക്ക് 9,112 രൂപ 15 ദിവസം കടത്തുമ്പം കിട്ടും. അത് മാസം തോറും കിട്ടുന്നില്ല. ഇപ്പോഴും 2 മാസത്തെ ശമ്പളം കിടക്കണം. ഞങ്ങൾക്ക് ഇത് മാത്രമേ മാർഗമുള്ളൂ. അതും എല്ലാം പോയിട്ട് ശമ്പളത്തിന്റെ കാര്യങ്ങളെല്ലാം പോയിട്ട് വള്ളത്തിന് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഓഫീസിലും കൊണ്ടുകൊടുത്തു, പഞ്ചായത്തിലും കൊണ്ടുകൊടുത്തു. വെള്ളം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കല്ലും തുണിയൊക്കെ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഇത് മാറ്റി ഒന്ന് പുതിയൊരു വള്ളം കിട്ടുന്നതിനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലേ? ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, അപ്പം സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മറുകരയിലേക്ക് അവർക്ക് പെട്ടെന്ന് എത്തണം. അതിനുശേഷം അവിടെ കാത്തുനിൽക്കുന്ന ആളുകളുമായി തിരികെ വീണ്ടും ഈ കടവിലേക്ക്, മായം കടവിലേക്ക് ആളുകൾക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അധിക സമയം വള്ളത്തിനകത്ത് ഞങ്ങളും ചെലവഴിക്കുന്നില്ല. നമ്മളോട് ഈ വേദന നിറഞ്ഞ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുപാട് പ്രതീക്ഷയോടെ അവർ ഈ സ്ഥലത്ത് നിന്ന് അവരുടെ മറുകരയിലേക്ക് തീർച്ചയായിട്ടും അപ്പോ അതാണ് അവരുടെ ഒരു പാലമെങ്കിലും, ഒരു ഓട്ടോറിക്ഷ കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണമെങ്കിലും എങ്കിലും ചെയ്തു തരണം എന്നാണ് ആ സാധാരണക്കാരായ ആ ആളുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നതും. എന്തായാലും ഈ കാലവർഷത്തിന്റെ കെടുതികൾ പല സ്ഥലങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഭീകരമായി ബാധിക്കുന്നത് ഈ മായംകടവിലുള്ള ഈ സാധാരണക്കാരായ ഈ ആദിവാസി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മറുകരയിലുള്ള ഏതാണ്ട് ഒരു 500ഓളം കുടുംബങ്ങളുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ നടന്നു വേണം അവർക്ക് അവരുടെ വീടുകളിലേക്കൊക്കെ എത്തേണ്ട 500ഓളം കുടുംബങ്ങൾ പല വശത്തായി അവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വികസനത്തിന്റെ പേരിൽ ഒരുപാട് തരത്തിലുള്ള ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു സ്ഥലത്താണ് ഓട്ട വീണ് വെള്ളം കയറുന്ന ഒരു വള്ളത്തിൽ ഇപ്പോഴും അതൊന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ഉത്തരവ് പോലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിവേദനം ലഭിച്ചിട്ട് അതിൽ പോലും ഒരു കൃത്യമായ ഇടപെടൽ നടത്താൻ അധികൃതർ തയ്യാറാകാതിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വേദന നിറഞ്ഞ കാര്യവും. മായം കടവിൽ നിന്ന് ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.